Good night with Prajan. And Pravida, welcome. അപ്പോൾ ഒരു വാർത്താ ദിനം പൂർത്തിയാകുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, അതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ എല്ലാം ഉണ്ട്. ഒപ്പം തന്നെ ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള തത്സമയ റിപ്പോർട്ടുകളുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഗുഡ് നൈറ്റ് ഷോ എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതോട് മാത്രമല്ല, ഇത് നമ്മുടെ ഷോയാണ്. പ്രേക്ഷകർ കൂടി ഈ ഷോയുടെ ഭാഗമാണ്. പതിവ് പോലെ ആ QR കോഡ് നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരുന്നു. ഈ QR കോഡ് മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഈ മാജിക് സ്ക്രീനിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് കഴിയും. 10:30 മുതൽ 11:30 ഒരു മണിക്കൂർ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ നേരിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമ്മുടെ സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് എത്താം. ഇപ്പോൾ ഈ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നേരെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റഗ്രാം പേജിലേക്കും പോവുക. 24ന്റെ പേജിൽ പോയി കഴിഞ്ഞാൽ ഇതേ QR കോഡ് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വീഡിയോ കോൾ, സൂം പ്ലാറ്റ്ഫോമിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നേരെ നമ്മുടെ സ്ക്രീനിലേക്ക് എത്താം. അപ്പോൾ നേരിൽ കണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുമായി പറയാം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുന്നു നിങ്ങളെ നേരിൽ കാണാൻ. ഇപ്പോൾ പ്രേക്ഷകരുടെ കോൾ ഞങ്ങൾ കാത്തിരിപ്പുണ്ട്. ഒപ്പം മറ്റ് വിശദമായ വാർത്തകളുണ്ട്, സെഗ്മെന്റ്സ് ഉണ്ട്. എല്ലാ പ്രേക്ഷകരും ഞങ്ങളോടൊപ്പം തുടരുക. നമ്മൾ ആദ്യം പോകുന്നത് മലപ്പുറത്തേക്കാണ്. വാർത്ത കണ്ട പ്രേക്ഷകർക്കൊക്കെ അറിയാം, നമ്മുടെ എംപോക്സ് എന്ന് സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന എടവണ്ണ സ്വദേശിക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. എല്ലാ ജില്ലകളിലും ചികിത്സയ്ക്ക് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് 24നോട് പറഞ്ഞു. ഒരാഴ്ച മുൻപാണ് UAEയിൽ നിന്ന് 38കാരൻ എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂർ വീട്ടിലേക്ക് എത്തിയത്. ചെറിയ പനിയുണ്ടായിരുന്നു. തുടർന്ന് ചിക്കൻ പോക്സിന് സമാനമായ തടിപ്പും കുമിളകളും ശരീരത്തിൽ കാണപ്പെട്ടു. ഈ ലക്ഷണങ്ങളോടെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയത്. എംപോക്സ് ആണെന്ന സംശയത്തെ തുടർന്ന് രോഗിയെ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കുകയും സ്രവം പരിശോധനയ്ക്കയക്കുകയും ചെയ്തു. ഇതിലാണ് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പകർച്ചാ സാധ്യത കൂടുതലായതുകൊണ്ട് ജാഗ്രത വേണമെന്നും രോഗിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി കഴിഞ്ഞതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് 24നോട് പറഞ്ഞു. എല്ലാ ജില്ലകളിലും എംപോക്സ് രോഗലക്ഷണങ്ങളുമായി സംസ്ഥാനത്ത് എത്തുന്നവർ അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനും അവർ ഐസൊലേഷനിൽ താമസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സകൾ നൽകുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും നിരീക്ഷണം ഇതിനോടകം ശക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണിത്. രോഗി കൂടുതൽ ആളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. റൂട്ട് മാപ്പ് തയ്യാറാക്കും. എല്ലാ ജില്ലകളിലും ചികിത്സയും ഐസൊലേഷൻ സൗകര്യവും ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. 24 മലപ്പുറം. അപ്പോൾ എംപോക്സ് ഉണ്ട്. എംപോക്സ് അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട രോഗം തന്നെയാണ്. പെട്ടെന്ന് രോഗപകർച്ചയുണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 2 വകഭേദങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ ഇപ്പോഴുള്ള വകഭേദത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് കൂടി ആരോഗ്യവകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ്, പ്രത്യേകിച്ചും വേണ്ടത് ഐസൊലേഷനാണ്. ഈ അത്തരം രോഗലക്ഷണങ്ങളുള്ള ആൾക്കാർ മാറി തന്നെ താമസിക്കേണ്ടതുണ്ട്. സ്വയം ചികിത്സ പാടില്ല എന്നുകൂടി ആശുപത്രി അധികൃതർ അറിയിക്കുന്നു. പെട്ടെന്ന് തന്നെ ചികിത്സ തേടേണ്ടതുണ്ട്. നമ്മൾ നിപ്പയിലും കോവിഡിനും ഒക്കെ സ്വീകരിച്ച നടപടികൾ തന്നെയാണ് ഇതിൽ സ്വീകരിക്കേണ്ടത്. അസുഖത്തിന് വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിപ്പയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നിപ്പയിൽ വീണ്ടും ആശ്വാസം. രോഗലക്ഷണങ്ങൾ കാണിച്ച 10 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ് ആയിട്ടുണ്ട്. മരിച്ച യുവാവിന്റെ മാതാവ്, ചികിത്സിച്ച ഡോക്ടർ, അടുത്ത ബന്ധുക്കൾ എന്നിവരുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ നെഗറ്റീവായി ഇന്ന് പുറത്തു വന്നത്. 11 പേരെ കൂടി ഇന്ന് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. 266 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗലക്ഷണങ്ങളുമായി 2 പേരെ കൂടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 6 പേരാണ് അവിടെ ചികിത്സയിലുള്ളത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നടത്തിവന്ന ഫീവർ സർവേ അവസാനിപ്പിച്ചു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ, ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര മന്ത്രിസഭായോഗം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിച്ചേക്കും. എന്നാൽ നിർണായക ചുവടുവയ്പ്പാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടെങ്കിലും ഒറ്റ തെരഞ്ഞെടുപ്പ് അപ്രായോഗികമാണെന്നും അത് പാർലമെന്റിൽ എതിർക്കുമെന്നും കോൺഗ്രസ് ഇതിനോടകം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനെ അനുകൂലിച്ചുള്ള റിപ്പോർട്ടാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഇക്കഴിഞ്ഞ മാർച്ചിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമർപ്പിച്ചത്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമാണ്. തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നത് ചെലവ് ചുരുക്കാൻ സഹായിക്കുമെന്നും രാജ്യത്ത് വികസനം കൊണ്ടുവരുമെന്നുമാണ് വാദം. 32 രാഷ്ട്രീയ പാർട്ടികൾ പുതിയ തെരഞ്ഞെടുപ്പ് രീതിയെ അനുകൂലിച്ചു. 15 രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തെന്നും കേന്ദ്രം. One nation, one election was a thought which was announced well before the
general elections of 2024. There is a clear thought process that for country's growth, whatever needs to be done will be done, and this is one of those major decisions where, as I said, Sarva Sammiti. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായിട്ടാകും നടപ്പിലാക്കുക. ഒന്നാം ഘട്ടത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, രണ്ടാം ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ കൂടുതൽ ഊർജ്ജസ്വലവും പങ്കാളിത്തമുള്ളതുമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. അതേസമയം ബിൽ കൊണ്ടുവന്നാൽ പാർലമെന്റിൽ ശക്തമായി എതിർക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. നിലവിലെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്നും വിമർശനം. ഇത് ബഹുജന ശ്രദ്ധ ജനകീയ വിഷയങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പാർലമെന്റിൽ എതിർക്കും, തീർച്ചയായിട്ടും എതിർക്കും. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിനുള്ള ബിൽ പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. 24 ഡൽഹി. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഒരു പതിറ്റാണ്ടിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടെ പ്രതികരിക്കുന്ന ജമ്മു കശ്മീർ ജനതയെ നമ്മൾ ഇന്ന് കണ്ടു. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ ജമ്മു കശ്മീരിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമാധാനപരമായിരുന്നു ഒന്നാം ഘട്ട വോട്ടെടുപ്പ്. 10 വർഷത്തിനു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീരിലെ ജനങ്ങൾ ആവേശത്തോടെ പോളിംഗ് ബൂത്തുകളിലെത്തി. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. അനുച്ഛേദം 370 റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു വോട്ടെടുപ്പ്. സുരക്ഷാ ഭീഷണിയുള്ള ദോഡയിലും ചിനാബ് താഴ്വരയിലെ കിഷ്ത്വറിലെ മണ്ഡലങ്ങളിലുമാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം. ഇന്ന് വോട്ടെടുപ്പ് നടന്ന 24 സീറ്റുകളിൽ 8 എണ്ണം ജമ്മു മേഖലയിലെ 3 ജില്ലകളിലും 16 എണ്ണം കശ്മീർ താഴ്വരയിലെ 4 ജില്ലകളിലുമാണ്. മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസുഫ് തരിഗാമി, AICC ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിർ, നാഷണൽ കോൺഫറൻസിന്റെ സക്കീന ഇറ്റു, PDPയുടെ സർതാജ് മദനി, അബ്ദുൾ റഹ്മാൻ വീരി തുടങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടിയ പ്രമുഖർ. 24 ഡൽഹി. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ഇനി ടൊവിനോ തോമസ് നായകനായ അജയന്റെ 2ാം മോഷണം എന്ന സിനിമയുടെ വ്യാജപതിപ്പ് പ്രചരിപ്പിച്ചതിൽ കേസെടുത്ത് കൊച്ചി സൈബർ പോലീസ്. സംവിധായകൻ ജിതിൻ ലാലിന്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. വിഷ്ണു സുരേഷ് നൽകും കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. വിഷ്ണു, കഴിഞ്ഞ ദിവസമാണ് ഈ രീതിയിൽ ഈ പുതിയ ചിത്രം ARM അത് ട്രെയിനിലിരുന്ന് ഒരു മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമടക്കം പുറത്തുവന്നത്. ഇപ്പോൾ അതേ കേസിൽ തന്നെയാണോ, അതേ സംഭവത്തിൽ തന്നെയാണോ ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? പ്രജിൻ ചിത്രത്തിന്റെ സംവിധായകനായ ജിതിൻ ലാലാണ് തന്റെ സിനിമയുടെ വ്യാജപതിപ്പ് ടെലഗ്രാമിൽ പ്രചരിക്കുന്നു എന്ന തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. പിന്നാലെ സൈബർ പോലീസിൽ ഇത് പ്രാഥമികമായ അന്വേഷണം നടത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് ജിതിൻ മെയിൽ മുഖാന്തരം ഔദ്യോഗികമായി പരാതി നൽകിയത്. ഇന്ന് ജിതിനെ ഇതിന്റെ ഭാഗമായി മൊഴിയെടുപ്പിക്കാൻ വിളിപ്പിച്ചിരുന്നു. ഒപ്പം ചില ഫുട്ടേജുകളും ജിതിൻ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വ്യാജപതിപ്പ് പ്രചരിപ്പിച്ചവർക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊച്ചി സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം പ്രചരിപ്പിച്ച ആളെ കൊച്ചി സൈബർ പോലീസ് പിടികൂടിയത് കണ്ടതാണ്. ഒരുപക്ഷെ ആ ദിശയിൽ തന്നെയായിരിക്കും സൈബർ പോലീസിന്റെ അന്വേഷണം പോകുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. തിയേറ്റർ സംഘടനകളടക്കം ഈ വ്യാജപതിപ്പ് തടയുന്നതിന് വേണ്ടി സർക്കാർ ഇടപെടൽ അടിയന്തരമായി വേണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വ്യാജപതിപ്പുകൾ വീണ്ടും മലയാള സിനിമയ്ക്ക് വെല്ലുവിളിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഒരുപാട് പ്രേക്ഷകർ കഴിഞ്ഞ കുറേ നാളുകളായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഷിരൂരിലെ തിരച്ചിൽ എന്തായി എന്നുള്ളത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അത് ഇനി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് വിരാമമാകുന്നു. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തെരച്ചിൽ മറ്റന്നാൾ പുനരാരംഭിക്കുമെന്ന അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. നാളെ വൈകിട്ടോടെ ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിക്കുകയും ചെയ്യും. ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഇന്ന് ഉച്ചയോടെയാണ് ഗോവ പോർട്ടിൽ നിന്നും ആ ഡ്രഡ്ജർ കാർവാറിലെ തുറമുഖത്ത് എത്തിച്ചത്. ഇനി അത് ഷിരൂരിലേക്ക് എത്തിക്കുക, ഈ മണ്ണിടിച്ചിലുണ്ടായ ഈ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ദൗത്യം. നാളെ പുലർച്ചെ 2 മണിയോടെ കാർവാർ തുറമുഖത്ത് നിന്നും ഈ ഡ്രഡ്ജർ ഷിരൂരിലേക്ക് തിരിക്കും. അതിനുശേഷം അത് ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. അത് 2 പാലങ്ങൾ കടന്നു വേണം ഈ ഡ്രഡ്ജർ ഈ ഷിരൂരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ പുഴയിലെ വേലിയിറക്ക സമയം നോക്കിയായിരിക്കും, അതിൻ്റെ ആ സമയം ക്രമീകരണം നടത്തിയായിരിക്കും ഇതിൻ്റെ സഞ്ചാരം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നാളെ ഒരു ദിവസം പൂർണ്ണമായും ഈ ഷിരൂരിൽ എത്തിക്കുന്നതിന് വേണ്ടി ആവശ്യമായി വരും. അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു സഞ്ചാര സമയക്രമം നിലവിലിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ വൈകിട്ടോടെ, നാളെ വൈകിട്ടോടെ ഷിരൂരിൽ എത്തിച്ചേരും. മറ്റന്നാൾ മാത്രമേ തിരച്ചിൽ പുനരാരംഭിക്കൂ എന്നതാണ് നമുക്ക് ഔദ്യോഗികമായി
പ്രാഥമികമായി തന്നെ ലഭിക്കുന്ന വിവരം ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അത് ഒരുപക്ഷെ ഈ ദൗത്യത്തിന്റെ അവസാന ഘട്ടമാണ്. അതുകൊണ്ട് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ വളരെ പ്രതീക്ഷയോടെയാണ് ഈ അർജുന്റെ കുടുംബവും അതോടൊപ്പം തന്നെ ഇതിലൊരു വലിയ ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം തന്നെ പങ്കുവെക്കുന്നത്. നേരത്തെ തന്നെ ദൗത്യസംഘം പറഞ്ഞതാണ് അവർ ചില ഇടങ്ങൾ അവർക്ക് കൃത്യമായി മാർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ ലോറി ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലം മാർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനടിത്തട്ടിൽ, പുഴയുടെ അടിത്തട്ടിലുള്ള വലിയ കല്ലുകളും അതോടൊപ്പം തന്നെ മണ്ണും നീക്കം ചെയ്യാതെ ആഴത്തിലിറങ്ങിയുള്ള പരിശോധന സാധ്യമാവില്ല എന്ന് ദൗത്യസംഘം പറഞ്ഞിട്ടുണ്ട്. ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചുകൊണ്ട് അതിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണും കല്ലുകളും നീക്കം ചെയ്താൽ അത്തരം പരിശോധനകൾ കൂടുതൽ ആഴത്തിലുള്ള തെരച്ചിലിലേക്ക് കടക്കാൻ സാധിക്കും. അതിൽ ഒരു ഫലമുണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മണ്ണിടിച്ചിൽ നമുക്ക് 2 മാസത്തിനിപ്പുറമാണ് നമ്മൾ ഇപ്പോഴും ഇതിൽ ഉത്തരം കിട്ടാതെ അർജുനും അതോടൊപ്പം തന്നെ കാണാതായ മറ്റു 2 പേർ ലോകേഷ് ജഗന്നാഥ് ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ഒരു ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിൽ നിർണായകമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മറ്റന്നാൾ പുനരാരംഭിക്കുക. അരുൺ പൂപ്പറ ബഷീറുവിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. പേജറുകൾ പൊട്ടിത്തെറിച്ച് 12 പേർ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടൽ മാറും മുമ്പ് ആ സംഭവം നമ്മൾ ഇന്നലെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ലെബനും സിറിയയൊക്കെ നടുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ആ ഞെട്ടൽ മാറും മുൻപ് തന്നെ ഹിസ്ബുള്ളയെ വിറപ്പിച്ച് കൂടുതൽ സ്ഫോടനങ്ങളുണ്ടായി. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലും സമീപ പ്രദേശങ്ങളിലും ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിക്കുന്ന വാക്കി ടോക്കികളാണ് ഇന്ന് പൊട്ടിത്തെറിച്ചത്. 5 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ. 300-ലേറെ പേർക്ക് പരുക്കേറ്റതായും ലബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വോക്കി ടോക്കികൾക്ക് പുറമെ വീടുകളിലെ സോളാർ പാനലുകളും സ്മാർട്ട് ഫോണുകളും പൊട്ടിത്തെറിച്ചതായും റിപ്പോർട്ടുണ്ട്. സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രായേലാണെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള്ള പ്രതികരിച്ചിട്ടുണ്ട്. ഇന്നലത്തെ പേജർ ആക്രമണത്തിന് പിന്നിലും ഇസ്രായേലാണെന്ന ആരോപണത്തിന് ബലം നൽകുന്ന കൂടുതൽ റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തുവന്നു. ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത പേജറുകളിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് സ്ഫോടക വസ്തു ഒളിപ്പിച്ചിരുന്നു എന്നതാണ് റിപ്പോർട്ട്. അപ്പൊ എന്താണ് മൊസാദിന്റെ ഏത് രീതിയിലാണ് അവരുടെ ഓപ്പറേഷൻ എന്ന കാര്യം ഇപ്പോൾ കുറച്ച് കൂടുതൽ വ്യക്തമാവുന്നുണ്ട്. മാത്രമല്ല ഇതുവരെ കേട്ടുകേൾവി ഇല്ലാത്ത ഇസ്രായേലിന്റെ ശരിക്കുള്ള മുഖം നമ്മൾ ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത്. ഈ പേജറുകൾ ഈ രീതിയിൽ ഹിസ്ബുള്ള നേതാക്കളുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പേ മൊസാദിന്റെ കയ്യിലുണ്ടായിരുന്നു. എത്തിയ ശേഷമാണ് അത് ഹിസ്ബുള്ളയിലെ പ്രവർത്തകർക്ക് കിട്ടിയത് എന്ന് പറയുമ്പോൾ മൊസാദിന്റെ ആ ഒരു സ്വാധീനം അത് ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ രീതിയിലുണ്ട് എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ. എന്തായാലും ഞെട്ടിപ്പിക്കുന്നതാണ്. കൂടുതൽ മുന്നറിയിപ്പുകൾ പലയിടങ്ങളിലേക്ക് ഇപ്പോൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ കമാൻഡേഴ്സ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫൈനലിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ചാമ്പ്യന്മാരായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായി സച്ചിൻ ബേബി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സ് ചാമ്പ്യന്മാരാവുന്നു. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ആ കമന്റ്സ് ഒക്കെ കണ്ടു. വളരെ വേഗം ആ കമന്റ്സിലേക്കും മറ്റു വിശേഷങ്ങളിലേക്കും തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രിത തുടരുകയാണ്. ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്, അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഇന്നത്തെ ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. CPI നേതാവ് P ജയരാജന്റെ രാഷ്ട്രീയ ഇസ്ലാം എന്ന വിവാദ പരാമർശം ഏറ്റുപിടിച്ച് കത്തോലിക്ക സഭ മുഖപത്രം ദീപിക രംഗത്തെത്തി. P ജയരാജൻ കണ്ട രാഷ്ട്രീയ ഇസ്ലാമിനെ CPIM കാണാൻ ഇടയില്ല എന്ന തലക്കെട്ടിലാണ് ആ മുഖപ്രസംഗം ഉണ്ടായത്. പ്രതിപക്ഷത്തിന് പുറമെ CPIM-ൽ നിന്നും എതിർപ്പ് ഉയർന്നതോടെ പരാമർശം വളച്ചൊടിച്ചു എന്ന വിശദീകരണവുമായി P ജയരാജൻ രംഗത്ത് വന്നു. രാഷ്ട്രീയ ഇസ്ലാമിനെ കുറിച്ചുള്ള തങ്ങളുടെ നിലപാടിനെ സാധൂകരിക്കുകയാണ് P ജയരാജന്റെ തുറന്നുപറച്ചിലെന്നാണ് കത്തോലിക്ക സഭാ മുഖപത്രം ദീപികയുടെ മുഖപ്രസംഗം. ജയരാജന്റെ വാദങ്ങൾക്ക് പൂർണ്ണ പിന്തുണ. എന്നാൽ P ജയരാജന്റെ നിലപാടിനെ CPIM പിന്തുണയ്ക്കുമോ എന്നാണ് മുഖപ്രസംഗത്തിലെ ചോദ്യം. ഇസ്ലാമിക തീവ്രവാദത്തിൽ കൃത്യമായ നിലപാടില്ലാതെ വർഗീയതയ്ക്ക് വളരാൻ സഹായം ചെയ്തുവെന്ന് CPIM-നും കോൺഗ്രസിനും വിമർശനമുണ്ട്. ജയരാജന്റെ പരാമർശത്തിൽ CPIM പ്രതികരിച്ചിട്ടില്ല. P ജയരാജന്റെ നിലപാടിനെ തള്ളുകയാണ് P ജയരാജൻ. കേരളത്തിൽ പൊതുവെ തീവ്രവാദ സംഘടനകളെ നല്ലതുപോലെ നിരീക്ഷിച്ച് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. എൻ്റെ ഒരു അനുഭവം അതാണ്. പലർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായേക്കാം. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തുന്നത് അവരുടെ അനുഭവ കാര്യങ്ങളാണ്. P ജയരാജന്റെ പരാമർശത്തിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. വാദങ്ങൾ തെറ്റെങ്കിൽ പാർട്ടി നടപടിയെടുക്കണമെന്നും AICC ജനറൽ സെക്രട്ടറി പറഞ്ഞു. വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലേ കേരളത്തെക്കുറിച്ച്. ഇത് നുണയാണെങ്കിൽ CPM ആ പറഞ്ഞാക്കെതിരെ നടപടിയെടുക്കണം. കാരണം ഉത്തരവാദപ്പെട്ട ഒരു നേതാവാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. വിവാദം ആളിക്കത്തിയതോടെ ദീപികയുടെ മുഖപ്രസംഗം തള്ളാൻ P ജയരാജൻ നിർബന്ധിതനായി. കേരളത്തിൽ ഇപ്പോൾ IS റിക്രൂട്ട്മെന്റ് നടക്കുന്നതായി താൻ പറഞ്ഞിട്ടില്ല.
മുൻപ് വിരലിലെണ്ണാവുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്ന് ന്യായീകരണം. കാസിയുടെ വാദങ്ങൾ ദീപിക ഏറ്റുപിടിക്കരുതെന്നും പി ജയരാജൻ പ്രതികരിച്ചു. മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന തലക്കെട്ടിലിറങ്ങുന്ന പുസ്തകത്തിൽ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പി ജയരാജൻ പറയുന്നു. 24 കണ്ണൂർ. ഇനി ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണത്തിലേക്കാണ്. അല്പസ്വല്പം എന്താണ് പറയുക, കോൺഗ്രസിനെയൊക്കെ ഒന്ന് ഞെട്ടിച്ച ഒരു പ്രതികരണം തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയം ഉറപ്പാക്കാൻ പോകുന്ന ഒരു ജനകീയ നേതാവും കോൺഗ്രസിൽ ഇല്ല എന്ന് തുറന്നടിച്ച് രംഗത്തെത്തിയത് മറ്റാരുമല്ല, കെ മുരളീധരനാണ്. ആളുകൾ കൂടണമെങ്കിൽ രാഹുലും പ്രിയങ്കയും വരണമെന്ന സ്ഥിതിയാണ്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഗുണം BJP കൊണ്ടുപോകാതെ നോക്കണമെന്ന മുന്നറിയിപ്പ് മുരളീധരൻ പാർട്ടി നേതൃത്വത്തിന് നൽകി. കോഴിക്കോട് DCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിലാണ് പൊതുറാലികളിൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിലില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞത്. ഇപ്പോഴുള്ള നേതാക്കന്മാരെ കുറച്ചു കാണുന്നില്ല എന്നു പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് ജയം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് പാർട്ടിക്കില്ലെന്ന മുരളിയുടെ തുറന്നടിക്കൽ. കെ കരുണാകരൻ, A K ആന്റണി, ഉമ്മൻചാണ്ടി ഒക്കെ ഉണ്ടായിരുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഒരു കൂട്ടായിട്ടുള്ള യോഗങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. ഭരണവിരുദ്ധ വികാരം കൊണ്ടുപോകാൻ ഇപ്പോൾ BJP-ക്കാർ ഉണ്ടെന്ന് പറഞ്ഞ മുരളി അവരാണ് കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട് പിടിക്കാൻ പോകുന്നതെന്ന മുന്നറിയിപ്പും നൽകി. തൃശൂരിലെ പരാജയം ചൂണ്ടിക്കാട്ടിയായിരുന്നു മുരളിയുടെ ഒളിയമ്പ്. ഒരു വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ പറയും. വണ്ടിയിൽ നോക്കുമ്പോൾ സ്റ്റിയറിംഗും ഇല്ല, ട്രക്കും ഇല്ല, അതാണ് അവിടുത്തെ സ്ഥിതി. ഏതായാലും ചെന്ന് വിട്ടുപോയി. പിന്നെ എങ്ങനെയൊക്കെ ഭാഗ്യത്തിൽ നിന്ന് തടി ഊരി കുഴപ്പമില്ലാതെ അവിടെ ജീവനും കൊണ്ടുവരും. കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കമാണ് തന്നെ തൃശൂരിലേക്ക് ഓടിച്ചതെന്ന മുരളിയുടെ മുനവച്ച വാക്കുകൾ ജില്ലാ നേതൃത്വത്തിലെ ഭിന്നതയും വെളിവാക്കി. ഒരു കലക്റ്റീവ് തീരുമാനമായിരുന്നു പാർട്ടിയുടെ. ആ തീരുമാനം അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടി പോയത് ഞാനാണ്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ കൂടി സമ്മതമില്ലാതെ അദ്ദേഹത്തിന് ഒരിടത്തു നിന്ന് മറ്റൊരു മാറ്റാൻ സാധിക്കുമെന്ന് ആരെങ്കിലും കരുതി തോന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലും തൃശൂർ കോൺഗ്രസിനെ കൈവിടും എന്ന് പറഞ്ഞാണ് തന്റെ പരാജയം യാദൃശ്ചികമല്ലെന്ന് മുരളി സൂചിപ്പിച്ചത്. 24 കോഴിക്കോട്. ഇനി വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ കണക്ക് വിവാദവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. വിവാദം ചർച്ച ചെയ്തിരിക്കുകയാണ് മന്ത്രിസഭായോഗം. വർഷങ്ങളായുള്ള രീതി പിന്തുടർന്നാണ് മെമ്മറാൻഡം തയ്യാറാക്കിയതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വിശദീകരിച്ചു. പ്രതിപക്ഷം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണവുമായി DYFIയും ഇന്ന് രംഗത്തെത്തി. വിവാദങ്ങൾക്കിടെയാണ് ദുരിതാശ്വാസ എസ്റ്റിമേറ്റ് മന്ത്രിസഭായോഗത്തിൽ ചർച്ചയായത്. മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന രീതി ഉൾപ്പെടെ മന്ത്രി കെ രാജൻ വിശദീകരിച്ചു. ചില മാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്തകൾ കേരളത്തിന് ദോഷകരമാകുമെന്ന് യോഗത്തിൽ മന്ത്രിമാർ അഭിപ്രായപ്പെട്ടു. ഇത് കേന്ദ്ര സഹായത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്നും അഭിപ്രായമുയർന്നു. വിവാദത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ചില BJP നേതാക്കളുടെ ഇടപെടലാണ് കേന്ദ്ര സഹായം വൈകാൻ കാരണമെന്നും PA മുഹമ്മദ് റിയാസ് ആരോപിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കിട്ടാൻ വൈകുന്നത് കേരളത്തിലെ ചില BJP നേതാക്കന്മാരുടെ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിട്ടാണ് എന്ന് കേരളത്തിലെ ജനങ്ങളാകെ ചർച്ച ചെയ്യുന്നു. വ്യാജ വാർത്തകൾക്കെതിരെ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് DYFI. നാളെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും DYFI സംസ്ഥാന അധ്യക്ഷൻ V വസീഫ്. ഞങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ നുണ പ്രചരിപ്പിച്ചു, ആ നുണക്കെതിരെ ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കും. അത് പറയാനാവും. നുണയാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലേ, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ തെറ്റാണ് പ്രചരിപ്പിച്ചതെന്ന്. അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധം. അടുത്ത മാസം 4 മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. അങ്ങനെ രാഷ്ട്രീയ വാർത്തകളൊക്കെ പുറത്തു വന്നൊരു ദിവസമായിരുന്നു ഇന്ന്. ഒരുപാട് വാർത്തകൾ ഇനിയും ഉണ്ട്. അതൊക്കെ പ്രേക്ഷകരെ കാത്തിരിപ്പണൊപ്പം നമ്മുടെ സ്പെഷ്യൽ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതിന് മുൻപായി നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വളരെ വേഗം ഒന്ന് പോയി കഴിഞ്ഞാൽ, അജിത്ത് പറഞ്ഞൊരു വാർത്ത, ഒരു കമന്റ് ആയിക്കട്ടെ. വാർത്തകൾ രാവിലെ മുതൽ കിട്ടതാണ്, ഇപ്പൊ പാട്ടുപാട് എന്ന് പറയുന്നു. പാട്ട് പാടിയിട്ടുണ്ട് അജിത്ത്. അപ്പം എപ്പോഴും പാട്ടല്ല, നമുക്ക് വാർത്തകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ലൂസിഫർ രാജീവ് ഒക്കെ പറയുന്നുണ്ട്, അയ്യോ ചാനൽ മാറിപ്പോയി, എനിക്ക് തോന്നുന്നു പുതിയ പ്രേക്ഷകരാണ്, നമ്മുടെ പ്രോഗ്രാമിനെ കണ്ടിട്ടില്ലാത്തവരാണോ എന്നറിയില്ല, അവർ കമന്റ് അങ്ങനെ ഇടുന്നുണ്ട്. സാജു കാവുംപുറം പ്രവിതോട് പറയുന്നു, ചിരിച്ചുകൊണ്ട് പാട്ടുപാടുന്ന പ്രവിധിയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. കണ്ടോ, പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് സീരിയസ് ആയി പാടുന്നതിൽ തോന്നി എന്ന് പറയുന്നു. അത് വല്ല പിച്ച് തെറ്റുമോ എന്ന് പേടിച്ചിട്ട് പാടുന്നതുകൊണ്ടായിരിക്കും. നമ്മൾ ലൈവായിട്ട് പാടുന്നതല്ലേ. ഈ പാട്ട് തെറ്റിച്ചാൽ നിങ്ങൾ തന്നെ കമന്റ് ഇടുമല്ലോ, ഭയങ്കര മോശമായിരുന്നു എന്ന്, അതുകൊണ്ടാണ്. പിന്നെന്താ, അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ നല്ല നല്ല കമൻസ്. എന്താ, സുനിൽ TS പറഞ്ഞു, അനുപല്ലവിയിലേക്ക് എത്തിയപ്പോൾ സൂപ്പറായി, ഭാവഗായകൻ ജയേട്ടൻ്റെ വളരെ മികച്ച ഗാനങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ, ലജ്ജാവതി എന്ന പാട്ടറിയോ? ലജ്ജാവതി നമുക്ക് പാടാം, അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വേണേൽ പാടാം. പ്രജൻ പാടും.
പാടും കേട്ടോ. വിൻസിയാണ് ആ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷാനു പറയുന്നു ഒരുപാട് വിഷമത്തിലാണ് ഇന്നും. അതിനിടയിലും നിങ്ങളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്ത് പറ്റി ഷാനു? എന്താണ് വിഷമം? ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്നുള്ള പാട്ട് നാളെ പാടുന്നത് വിജേഷ് പറഞ്ഞത്. വിജേഷ് നമ്മൾ ആ പാട്ട് ഓൾറെഡി പാടിയതാണ്. അപ്പോൾ പാടിയ പാട്ട് വീണ്ടും പാടണോ? അപ്പൊ അല്ലാത്ത പാട്ടുകൾ പറഞ്ഞോളൂ. നമുക്കതിന് ഞങ്ങൾക്ക് പാടാൻ പറ്റുന്ന എന്ന് വെച്ചാൽ നമ്മൾ വലിയ ഗായകരൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ ഞങ്ങൾ പാടാൻ ശ്രമിക്കും. ശരി, അപ്പം നിങ്ങളുടെ കമന്റ്സ് ഒക്കെ പോന്നോട്ടെ, നമ്മളൊക്കെ വായിക്കാം. ഒരു ചെറിയ ഇടവേള വേണം, അത് കഴിഞ്ഞ് വരുമ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാം. ബ്രേക്ക്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് രസകരമായ കുറച്ച് റിപ്പോർട്ടുകളിലേക്ക് പോവാം. രസകരമല്ല, കുറച്ച് ഫാക്ച്വൽ കൂടിയാണ്. അപ്പോൾ ഓണക്കാലമാണ് എങ്കിലും തിരുവോണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു പുതിയ കണക്ക് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ഓണക്കാലത്ത് എത്രമാത്രം മദ്യം വിറ്റു? അപ്പോൾ പതിവ് തെറ്റിച്ചില്ല, ഇത്തവണയും റെക്കോർഡ് മദ്യവിൽപ്പന ഉണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വർഷം 818 കോടി രൂപയുടെ മദ്യമാണ് ഔട്ട്ലെറ്റുകൾ വഴി വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 809 കോടിയായിരുന്നു. അതേസമയം ഓണക്കാലത്ത് 123 കോടിയുടെ വിറ്റുവരവുമായി സപ്ലൈകോ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു രസകരമായ കാര്യം പറയാം. ഉത്രാടത്തിന്റെ അന്ന് ഈ കണക്കുകൾ വന്നപ്പോൾ അന്ന് ആ ദിവസങ്ങളിലുള്ള കണക്കുകൾ വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 14 കോടി കുറവായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്കുകൾക്ക് മാറ്റമുണ്ട്. ഇത്തവണ മദ്യം വിറ്റതും വാങ്ങിയതൊക്കെ കുറവാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒറ്റ ദിവസം കൊണ്ട് അതെല്ലാം മറികടന്ന് വീണ്ടും മലയാളികൾ ചില കണക്കൂട്ടലായിരിക്കും അത് അങ്ങനെ കുറഞ്ഞു പോയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വിശദമായ റിപ്പോർട്ട് കാണാം. മദ്യവിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 9 കോടി രൂപയുടെ അധിക നേട്ടമാണ് ഉണ്ടായത്. ചതയ ദിനം വരെയുള്ള കണക്കാണിത്. സെപ്റ്റംബർ 6 മുതൽ 17 വരെ 818.21 കോടിയുടെ മദ്യം മൊത്തത്തിൽ വിറ്റഴിച്ചു. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് ഇതേ കാലയളവിൽ 809.25 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. ഉത്രാടം വരെയുള്ള 9 ദിവസം 701 കോടിയുടെ മദ്യം വിറ്റഴിച്ചു. കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങളിൽ 715 കോടിയുടെ മദ്യം വിറ്റഴിച്ചിരുന്നു. തിരുവോണം കഴിഞ്ഞുള്ള 2 ദിവസങ്ങളിൽ കൂടുതൽ മദ്യം വിറ്റഴിച്ച് മുൻവർഷത്തെ ആകെ വിൽപ്പന മറികടന്നു. ഉത്രാട ദിനത്തിൽ മാത്രമായി 124 കോടി രൂപയുടെ മദ്യം വിറ്റെന്നാണ് കണക്ക്. ഉത്സവ സീസണിൽ സ്ഥിരമായി മദ്യവിൽപ്പനയിൽ 1-ാം സ്ഥാനത്തെത്തിയിരുന്ന തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റിനെയും കൊല്ലം ആശ്രാമം ഔട്ട്ലെറ്റിനെയും ചാലക്കുടിയെയും പിന്തള്ളി ഇത്തവണ ഓണക്കാലത്തെ മദ്യവിൽപ്പന ഏറ്റവും കൂടുതൽ നടന്നത് തിരൂർ ബെവ്കോ ഔട്ട്ലെറ്റിലാണ്. 5.59 കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ മാത്രം വിറ്റത്. 2-ാം സ്ഥാനം കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ, 3-ാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റിലാണ്. ഉത്രാട ദിനം വരെയുള്ള വിറ്റുവരവിൽ കൊല്ലം ആശ്രാമം ഔട്ട്ലെറ്റിലായിരുന്നു കൂടുതൽ മദ്യം വിറ്റഴിച്ചത്. ഓണക്കാലത്ത് 123 കോടി രൂപയുടെ വിറ്റുവരവുമായി സപ്ലൈകോയും നേട്ടം കൊയ്തു. സെപ്റ്റംബർ 1 മുതൽ ഉത്രാട ദിവസം വരെ 123.56 കോടി രൂപ വിറ്റുവരവുണ്ടായി. ഇതിൽ 66.83 കോടി രൂപ സബ്സിഡി സാധനങ്ങളുടെ വിറ്റുവരവിലൂടെ നേടിയതാണ്. സബ്സിഡി ഇതര സാധനങ്ങളിലൂടെ ലഭിച്ചത് 56.73 കോടി രൂപയാണ്. 26.24 ലക്ഷം പേർ സാധനങ്ങൾ വാങ്ങാൻ സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ ആശ്രയിച്ചുവെന്നാണ് കണക്ക്. ഓണത്തോടനുബന്ധിച്ച് നടത്തിയ സപ്ലൈകോ ജില്ലാ ഫെയറുകളും വൻ വിജയമായിരുന്നു. 24 തിരുവനന്തപുരം. എല്ലാ വർഷവും ഓണം കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കണക്കിന് വേണ്ടി കാത്തിരിക്കാറുണ്ട്. എത്ര കോടിയുടെ ലാഭമാണ് ബെവറേജസ് കോർപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. ഓരോ ഓണത്തിനും അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതെ, എല്ലാ വർഷവും പുതിയ പുതിയ റെക്കോർഡുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ കണക്കുകളൊക്കെ അങ്ങനെ നിൽക്കട്ടെ. നമ്മുടെ ഒരു പ്രേക്ഷക നമ്മുടെ സ്ക്രീനിലേക്ക് നമ്മുടെ 24ന്റെ മാജിക് സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നു. ആലുവയിൽ നിന്നാണ് ആ പ്രേക്ഷക വരുന്നത്. ആതിര എന്നാണ് പേര്. ഹായ് ആതിര. ഹലോ, ഗുഡ് ഈവനിങ് ആതിര. ഗുഡ് ഈവനിങ്. എന്തുണ്ട്, സുഖായിരിക്കുന്നോ? ഓ, സുഖായിരിക്കുന്നു. അവിടെയോ സുഖാണോ? പിന്നെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം നന്നായിട്ട് അടിച്ചു പൊളിച്ചു. എവിടെയാ ആതിരയുടെ വീട്? ആലുവയിലാണോ? ഇവിടെ എന്താണ് ചെയ്യുന്നത് അതൊക്കെ പറയൂ. ആക്ച്വലി വീട് കോഴിക്കോടാണ്. ഇവിടെ വർക്ക് ചെയ്യാണ്. ആലുവ കിഴക്കമ്പലം പഴങ്ങനാട് സാമരിറ്റൻ കോളേജ് ഓഫ് നഴ്സിംഗിലെ ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പൊ ഹോസ്റ്റലിലാണോ നിൽക്കുന്നത്? അല്ല, ക്വാർട്ടേഴ്സിലാണ്. ഞാൻ എന്റെ ഫാമിലിന്റെ കൂടെ ഹസ്ബൻഡും മോനും കൂടെ ഇവിടെ നിൽക്കുന്നു. ഹസ്ബൻഡിന്റെ അടുത്തുണ്ട്. സ്ക്രീനിൽ വരുന്നതിന് കുഴപ്പമുണ്ടോ? ഹലോ, ഹസ്ബൻഡിന്റെ പേര്? സുമിത്തും കോഴിക്കോടുകാരനാണോ? അതെ, കോഴിക്കോടാണ്. രണ്ടുപേരും കേട്ടില്ല. വൈഫിന്റെ വീട് തൃശ്ശൂരാണ്. കോഴിക്കോട് ഞാൻ പേരാമ്പ്രയാണ്. എന്താ മോന്റെ പേരെന്താ? മോൻ എത്ര വയസ്സായി? മോന്റെ പേര് അനയ്. 7 വയസ്സ് കഴിഞ്ഞു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഉറങ്ങിയോ? ആളുറങ്ങിയോ? അന്നയ്യ ഉറങ്ങിയോ?
ആക്ച്വലി അവർ ഇന്നലെ കോഴിക്കോട് പോയി, ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തോട്ട് പോയിരിക്കുക. വെക്കേഷൻ ആണല്ലോ, ഓണാവധിയാണല്ലോ അവിടെ അല്ലേ? പോയിരിക്കുവാ. അതെ അതെ. ഓക്കെ, എല്ലാ ദിവസവും കാണാറുണ്ടോ നമ്മുടെ ഷോ? മിക്കവാറും കാണാറുണ്ട്. നമ്മളെപ്പോഴും പെട്ടെന്ന് വാർത്തകൾ എന്തെങ്കിലും അറിയണമെങ്കിൽ എപ്പോഴും 24 ആണ് നമ്മളെപ്പോഴും യൂട്യൂബിൽ എടുത്ത് കാണുന്ന ഒരു മുതൽ കാണുന്നത്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രാവിലെ മുതൽ 24 കാണുമെന്ന് അല്ലേ? നമുക്ക് ഒരുപാട് സന്തോഷം. സന്തോഷം. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു താങ്ക് യു. താങ്ക് യു. പ്രതീക്ഷിച്ചില്ല കേട്ടോ. പടം വിചാരിച്ചില്ല. സുമിത്ത് അല്ല, പാടുവോ? പൊതുവെ വാർത്തകളിൽ നമ്മളിങ്ങനെ ഒരു പാട്ട് പാടി പരിപാടി തുടങ്ങുന്നത് ഇങ്ങനെ ആദ്യമായിട്ടാണല്ലോ. അതെ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണവും. രസമാണ്. ഒരു പരീക്ഷണമാണ്. നന്നായിട്ടുണ്ട്. താങ്ക് യു. രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി കിടക്കാനുള്ള പരിപാടിയാണല്ലേ? കഴിച്ചു. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോ ഇപ്പൊ ഈ സമയത്ത് ക്ലാസ് ഉണ്ടല്ലോ അല്ലേ? ടീച്ചർക്ക് നാളെ പോണോ? പ്രൊഫഷണൽ കോളേജിലുണ്ട്. നമുക്ക് വർക്കിംഗ് ആണ്. അപ്പോ നമ്മുടെ ഷോയിലേക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ഈ ഷോയില് മാറ്റങ്ങൾ വരുത്താനുള്ള അല്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം ഉള്ളതായി തോന്നിയോ എപ്പോഴെങ്കിലും? ഇപ്പോഴുള്ളതൊക്കെ ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ചോദിച്ചപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. ഓർത്തെടുത്താൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് പ്രേക്ഷകരുമായിട്ട് നേരിട്ട് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ സന്തോഷമാണ്. ഒരുപാട് സന്തോഷം വിളിച്ചതിൽ. ഇനിയും തുടർന്നും കാണണം. താങ്ക് യു സോ മച്ച്. ആതിര ആലുവയിൽ നിന്ന് വിളിച്ച ആതിരയാണ്. ആതിരയും ഫാമിലിയുമാണ് സംസാരിച്ചത്. അതെ. അപ്പോൾ ആതിരയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. അതുപോലെ നിങ്ങളുടെ കോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മറ്റു പ്രേക്ഷകർ ഉടൻ തന്നെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. യെസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോകണം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഇന്ന് ഓണം. ഞാൻ അതുകൊണ്ടാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നത്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അടുത്ത റിപ്പോർട്ട് കാണുമ്പോൾ പ്രവിധ പറഞ്ഞത് എത്രമാത്രം ഓക്കെ ആണെന്ന് പ്രേക്ഷകർ പറയട്ടെ. ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇന്ന് തൃശ്ശൂരിൽ നടന്ന നമ്മുടെ തൃശ്ശൂരിന്റെ എന്താണ് പറയുക, അവിടുത്തെ ആവേശം കൊടുമുടി കയറുന്ന കാഴ്ച നമ്മൾ കണ്ട പുലിക്കളിയെ കുറിച്ചാണ്. ഇന്ന് ഗർ എന്ന സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പുലികൾ ഇറങ്ങി. ഇനിയൊന്നും പറയരുത്, ഇനി ബാക്കി പ്രേക്ഷകർ പറയും. അപ്പോൾ ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് പുലിക്കളിയിൽ 7 ദേശങ്ങളിൽ നിന്നായി 357 പുലികളാണ് ഇന്ന് ചുവട് വെച്ചത്. അപ്പോൾ ശക്തൻ തമ്പുരാന്റെ ആ സ്വരാജ് റൗണ്ടിലൊക്കെയുള്ള റോഡുകൾ നീളെ വർണ്ണവീഥികളാക്കി മാറ്റിക്കൊണ്ടാണ് ഇന്ന് പുലികൾ അവിടെ ചുവട് വെച്ചത്. കെട്ടിലും മട്ടിലും എല്ലാം പുതുമകളുമായാണ് ഇന്ന് പുലികൾ ഇറങ്ങിയത്. പല നിറത്തിലുള്ള പുലികൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റിപ്പോർട്ട്. ചില വെറൈറ്റികളുണ്ട് കേട്ടോ. കണ്ടാൽ മതി റിപ്പോർട്ട്. പുലിത്താളം മുറുകി ഉറച്ച ചുവടുകളിൽ അരമണിക്കിലുങ്ങി. സ്വരാജ് റൗണ്ടിൽ പുലിക്കളി ആവേശത്തിന് തീർത്തു. നായ്ക്കനാലിലൂടെ ആദ്യമെത്തിയത് പാട്ടുരായ്ക്കൽ, പിന്നാലെ നടുവില്ലാലിലേക്ക്. സീതാറാം ദേശവും എത്തിയതോടെ കാത്തിരിപ്പിന് വിരാമം. ഏഴ് ദേശങ്ങളിൽ നിന്നായി 357 പുലികൾ. നടുവിനാലിലെ ഗണപതിക്ക് മുൻപിൽ നാളികേരമുടച്ച് തൊഴുതു വണങ്ങി. രാംകുട്ടിയാശാൻ ചിട്ടപ്പെടുത്തിയ താളത്തിനൊത്ത് ചുവടുവെച്ചു. അഞ്ച് പെൺപുലികളും 4 വയസ്സുകാരനടക്കം നിരവധി കുട്ടിപ്പുലികളും ഇത്തവണ മടകളിൽ നിന്നിറങ്ങി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ആനുകാലിക സംഭവങ്ങൾ ആസ്പദമാക്കിയ നിശ്ചല ദൃശ്യങ്ങളും കാഴ്ചക്കാർക്ക് കൗതുകമായി. തൃശൂർ. അപ്പോൾ ഗംഭീരമായിരുന്നു പുലിക്കളി. അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി സൂരജ് സജി അവിടെ നിന്നും തത്സമയം ചെയ്യുന്നുണ്ട്. ടെലിഫോൺ ലൈനിലാണ് സൂരജ് ഉള്ളത്. തൃശ്ശൂരിൽ ഇളക്കിമറിച്ച പുലിക്കളിയിലെ വിജയികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. യുവജന സംഘം വിയൂരാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. കാലാട്ടുകര ദേശം 2ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണെന്ന്? പുലികൾ ഇറങ്ങി തൃശ്ശൂർ നഗര വീഥികളെ ആകെ കീഴടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ഇവർക്കിപ്പോൾ 1ാം സ്ഥാനം കിട്ടുമ്പോൾ
മറ്റുള്ള ഗ്രൂപ്പുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ പ്രത്യേകതയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്? പ്രജിൻ, പ്രവിത, ഏറെ ആവേശകരമായ ഒരു പുലിക്കളി മത്സരമായിരുന്നു ഇന്ന് തൃശൂർ നഗരം ആകെ കണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ ലഭിച്ചിരിക്കുന്ന, അതായത് കപ്പടിച്ചിരിക്കുന്ന യുവജന സംഘം വിയ്യൂരിനെ സംബന്ധിച്ച് ഏറെ പുതുമകൾ കൊണ്ടുവന്ന ഒരു സംഘമായിരുന്നു, ഒരു ദേശമായിരുന്നു ഇവർ. അതായത് പുലികളുടെ പാദം ഉൾപ്പെടെ അതോടൊപ്പം തന്നെ കയ്യുറകൾ ഉൾപ്പെടെ, ഈ കയ്യുറ മടക്കുന്ന സമയത്ത് പുലികളുടെ നഖം വരുന്ന തരത്തിൽ ഉൾപ്പെടെയുള്ള കയ്യുറകൾ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെ വേറെ വ്യത്യസ്തതകൾ കൊണ്ടുവന്ന ഒരു സംഘത്തിനാണ് ഇപ്പോൾ ഏറ്റവും മികച്ച പുലിക്കളി സംഘത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കാനാട്ടുകര ദേശമാണ്. 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സീതാറാം മില്ലാണ്. 16 വർഷത്തിന് ശേഷമാണ് സീതാറാം മില്ല് ഇത്തരത്തിലൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നതും ഇപ്പോൾ ഈ കപ്പടിച്ചിരിക്കുന്നതും. നിശ്ചല ദൃശ്യങ്ങളിലാകട്ടെ കാനാട്ടുകരയാണ്. കാനാട്ടുകരയെ സംബന്ധിച്ച് ഈ വയനാട് വിഷയമാണ് ഈ കാനാട്ടുകര ഉയർത്തിക്കാട്ടിയത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതുമകൾ കൊണ്ടുവന്ന ഒരു സംഘത്തിന് തന്നെ, പ്രത്യേകിച്ച് യുവജന സംഘം വിയ്യൂരിന് തന്നെ കപ്പടിച്ചു എന്നുള്ളത് പുലിപ്രേമികളെ എല്ലാവരെയും സംബന്ധിച്ച ആനന്ദകരമായ ഒരു വാർത്തയാണ്. പ്രജിൻ, പ്രവിത. സുരേഷ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ യുവജന സംഘം വിയ്യൂരാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. അവരുടെ ആ നഖങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അല്ലേ? നമ്മളതിന്ന് വൈകിട്ട് പ്രത്യേകം അത് പറയുകയും ചെയ്തിരുന്നു നമ്മുടെ റിപ്പോർട്ടേഴ്സ്. കാലിലും കയ്യിലും ഒക്കെ അതെ, മൊത്തം നോക്കുമ്പോൾ ആകെ കളർഫുൾ ആയിട്ടുള്ള ഒരു പുലിയായിരുന്നു അവർ അവതരിപ്പിച്ചത്. എന്തായാലും ആശംസകൾ. ഒപ്പം തന്നെ മറ്റു പുലികളും ഒട്ടും മോശമല്ലായിരുന്നു. വളരെ ഗംഭീരമായിട്ടാണ് ഇവരൊക്കെ വേഷം കെട്ടി ഇറങ്ങിയത് എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു റിപ്പോർട്ടിലേക്ക് വളരെ ആവേശത്തോടെ പോവുകയാണ്. അതിന് കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. അതിൽ ഇത്തവണത്തെ ജലോത്സവത്തിൽ കിരീടം ചൂടിയിരിക്കുന്നു കോയിപ്രം കൊറ്റാത്തൂർ പള്ളിയോടങ്ങൾ. 2 ബാച്ചുകളായി നടന്ന മത്സരങ്ങളിൽ 50 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് ഇന്ന് മാറ്റിവെച്ചത്. അല്ലേ? അടിപൊളിയായിരുന്നു. വീറും വാശിയും. ഉച്ചയോടെ തിരുവാറന്മുളയപ്പന്റെ സന്നിധിയിലേക്ക് 52 പള്ളിയോടങ്ങൾ പമ്പയാറിലൂടെ തുഴഞ്ഞെത്തി. അമരച്ചാർത്തണിഞ്ഞ് വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ തുഴഞ്ഞു നീങ്ങിയ പള്ളിയോടങ്ങൾ കാഴ്ചാവിരുന്നായി. രണ്ടര മണിയോടെ എ ബി ബാച്ചിന്റെ ഹീറ്റ്സ് മത്സരങ്ങൾ. നെഹ്റു ട്രോഫിക്ക് സമാനമായി സമയക്രമമനുസരിച്ചാണ് ഇത്തവണ ഫൈനലിസ്റ്റുകളെ തെരഞ്ഞെടുത്തത്. 50 വള്ളങ്ങൾ പോരടിച്ചപ്പോൾ 8 ടീമുകൾ ഫൈനലിലെത്തി. കടുത്ത ചൂടിനെയും വെല്ലുന്ന മത്സര ചൂടായിരുന്നു ആറന്മുളയിൽ ഇന്ന് നമ്മൾ കണ്ടത്. ഹീറ്റ്സ് മത്സരവും കഴിഞ്ഞ് ഫൈനലിലേക്ക് എത്തിയപ്പോൾ പമ്പയുടെ നെട്ടായം മുഴുവൻ ജനസാഗരം കൈയടക്കി. ഇടക്കുളം, കൊറ്റാത്തൂർ, കോടിയാട്ടുകര, തോട്ടപ്പുഴശ്ശേരി എന്നിവർ ഏറ്റുമുട്ടിയ ബി ബാച്ച് ഫൈനലിൽ മത്സരം ഇഞ്ചോടിഞ്ച്. ഒടുവിൽ ഫോട്ടോ ഫിനിഷിൽ കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടത്തിന് വിജയം. എ ബാച്ച് ഫൈനൽ മത്സരം തുടങ്ങിയപ്പോഴേക്കും സന്ധ്യ മയങ്ങി. ഇരുട്ടുവീണിട്ടും മത്സരച്ചൂടിൽ കാണികൾ ആർത്തിരമ്പി. ആവേശപ്പോരിൽ കോയിപ്രം പള്ളിയോടത്തിന് കിരീടം. പുതുക്കിയ സമയക്രമത്തെ ചൊല്ലി ചില വാക്കുതർക്കങ്ങളുണ്ടായെങ്കിലും മൊത്തത്തിൽ സമാധാനപരമായിരുന്നു ഉത്രട്ടാതി വള്ളംകളി. ആവേശോജ്വലമായ മത്സരം, വേനൽ ചൂടിനെ വെല്ലുന്ന മത്സരച്ചൂട്. എന്തായാലും ഏറ്റവും ഒടുവിൽ വിജയികളെ തീരുമാനിച്ചു കോയിപ്രം. എന്തായാലും ഇനി അടുത്ത തവണ കാണാം. ശ്രീകുമാരൻ, ടീം 24, പത്തനംതിട്ട. വള്ളംകളി എപ്പോഴും ഒരു ആവേശമാണ്. അത് കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭംഗിയാണ്, ഒരു നയനാനന്ദകരമായ കാഴ്ചയാണ്, ആവേശമാണ്. അങ്ങനെ എന്തെല്ലാമാണ് അല്ലെ? പിന്നെ ഉറപ്പായിട്ടും കാര്യം വായിക്കട്ടെ. റീന സതീശൻ തന്നിരിക്കുന്ന ഒരു കമന്റ് ആണ്. പ്രവിത, മഞ്ഞ ഡ്രസ് ഇട്ടാൽ മാത്രം പോരാ, 2 പുലിക്കളി സ്റ്റെപ്പ് കൂടെ വെക്കണം. ഡ്രസ്സിന്റെ കളർ ഒന്നും നോക്കണ്ടെന്ന് കൂടെ വേണം. പ്രജനയും കൂട്ടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ട് ആ കമന്റിൽ. ഒപ്പം നിഷാന്ത് പറയുന്നുണ്ട്, താമരക്കിളി പാടുന്നു തേയ് തേയ് തകതവും എന്നുള്ള ആ പാട്ട് പാടുമോ എന്ന്. നമ്മൾ 2 തവണ ആ പാട്ട് പാടി. ഒന്ന് ഈ പരിപാടിയിലും ഒന്ന് ഓണത്തിന്റെ അന്ന് നമ്മൾ ആങ്കേഴ്സ് എല്ലാവരും കൂടി ഉണ്ടായിരുന്ന ആ ഷോ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ 2 തവണ ആ പാട്ട് പാടിയതാണ് കേട്ടോ. ഒരു പക്ഷെ നിഷ അത് കാണാതെ പോയതായിരിക്കും.
ഷാജി പറയുന്നു, പുലികളി കാണാൻ പോയി ഇപ്പോൾ തിരികെ എത്തിയേ ഉള്ളൂ, നിങ്ങളുടെ പാട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. തോമസ് ഊട്ടി പറയുന്നു, തോമസ് ഊട്ടി കലഞ്ഞൂർ, ഇതെന്താ പ്രജിൻ കുളിക്കുകയായിരുന്നു? കുളിക്കുകയെന്ന് വെച്ചാൽ മനസ്സിലായില്ല. തോമസ് ഏട്ടാ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. അങ്ങനെ പിന്നെന്താ, റീന സതീശൻ പറയുന്നു, മദ്യത്തിന്റെ കണക്ക് പറഞ്ഞ് രണ്ടുപേരുടെയും മുഖത്തൊരു ചിരി വന്നു, അത് ഓണത്തിനടിച്ച് പാമ്പായവരെ ഓർത്താണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഈ കണക്ക് എപ്പോഴും ഓരോ വർഷം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ വളരെ ലൈറ്റായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വർഗീസ് എം ജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറേ മാസങ്ങളായി കാണുന്ന ആകെ 2 ചാനലാണ് ഫ്ലവേഴ്സും 24ഉം. പക്ഷേ എൻ്റെ ഫേവറേറ്റ് പ്രോഗ്രാംസ് ഒന്നും ഇപ്പോൾ ഫ്ലവേഴ്സിൽ കാണുന്നില്ല. ഓണമായപ്പോഴേക്കും ഈ പൂക്കളെയൊക്കെ ആരോ അറുത്തു കൊണ്ടുപോയോ എന്ന് പറയുന്നു. എന്താണ് വർഗീസ് എം ജിയുടെ ആ ഒരു പരാതി എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ചാണ് പറയുന്നുള്ളത്, വ്യക്തമാക്കിയിട്ടില്ല. പവിത്രൻ പാതിരപ്പറ്റ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ആഗ്രഹം പ്രജിനൻ പ്രവിത ഗുഡ് നൈറ്റ് പരിപാടി 12 മണി വരെ നീട്ടാൻ പറ്റുമോ ചേട്ടാ? ശരി, അപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കണം. അതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ കായിക പ്രേമികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോർട്സ് ബ്രാൻഡിനെ കുറിച്ചാണ് പറയാവുന്നത്. ഓൾ ഡേ ഐ ഡ്രീം അബൌട്ട് സ്പോർട്സ്. ഓൾ ഡേ ഐ ഡ്രീം അബൌട്ട് സ്പോർട്സ്, അതിൻ്റെ ഷോർട്ട് ഫോം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അഡീഡസ് എന്ന് കിട്ടും. ഓൾ ഡേ ഐ ഡ്രീം അബൌട്ട് സ്പോർട്സ്. എല്ലാവരും സാധാരണ അഡീഡസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല അഡീഡസിൻ്റെ ഫുൾ ഫോം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ, എങ്ങനെയാണ് അഡിഡസിന് ആ ബ്രാൻഡിന് ആ പേര് വന്നത് എന്നതാണ് ചോദ്യം. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഓൾ ഡേ ഐ ഡ്രീം അബൌട്ട് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനുണ്ട്. അത് അഡിഡസിൻ്റെ ഫുൾ ഫോം ആണെന്ന രീതിയിലുള്ള പ്രചാരണമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. പിന്നെ എങ്ങനെയാണ് അഡിഡസിന് ആ പേര് ലഭിച്ചത് എന്നായിരുന്നു എൻ്റെ ചോദ്യം. ഒരുപാട് പേര് ശരി ഉത്തരം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ കമ്പനിയുടെ ഫൗണ്ടർ, അയാളുടെ പേരാണ്. ആ പേരിൽ നിന്നാണ് ശരിക്കും ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ബ്രാൻഡിന് ആ പേര് വന്നത് എന്നുള്ളതാണ്. അഡോൾഫ് അഡി ഡാസ്ലർ എന്ന് പറയുന്ന ഫുൾ നെയിം. അത് കൃത്യമായി തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഫ്രം ദ ഫൗണ്ടർ അഡി എന്ന് മാത്രം അസ്കർ ഹുസൈൻ പറയുന്നു. പിന്നെ അഡോൾഫ് ആൻഡ് അഡി ഡെസ്ലർ ഓണർ നെയിമാണെന്ന് രോഹിതാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമൃത റിനീഷും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ശരി ഉത്തരം അയക്കുന്നുണ്ട്. അപ്പം പൊളിയാണ്. അപ്പോൾ ഇനിയും മറക്കരുത്, അഡീഡസിന് പകരം അതാരോ പറഞ്ഞിട്ടുണ്ട് നേരെ ഈ രീതിയിലുള്ള എന്താണ് ഓൾ ഡേ ഐ ഡ്രീം അബൌട്ട് സ്പോർട്സ് എന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് എന്നുകൂടി സൂരജ് വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. സൂരജ് പറഞ്ഞതുപോലെ ശരിയാണ്, അതല്ല യഥാർത്ഥ ഫുൾ ഫോം. അത് ഫൗണ്ടറുടെ പേരിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ആ പേര് അഡീഡസ്. ഒരുപാട് പേർ ആ ചോദ്യത്തിന് ഉത്തരം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേര് വായിക്കുകയാണെങ്കിൽ അനൽ, വിജയ്, ഒപ്പം ഒരുപാട് പേരുണ്ട്. ഞാൻ നേരത്തെ വായിച്ച പേരുകളൊക്കെ ശരി ഉത്തരം അയച്ചതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് പോവാം. പ്രവിത, ഈ ഓണാവധിയൊക്കെ വന്നു കഴിഞ്ഞാൽ, പണ്ട് ഇപ്പോഴല്ല, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവധിക്കാലം വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകാറുണ്ട്? ഞാൻ പലയിടത്തും വേൾഡ് ടൂർ ഒക്കെ അടിക്കാറുണ്ട്. പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. നമ്മള് ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോകാറുണ്ട്. ഒപ്പം തന്നെ അവിടെ അടുത്ത് പല ഷോസ് ഒക്കെ, ഇപ്പം എൻ്റെ വീട് കോട്ടയാണ്, അപ്പോൾ അവിടെ ഈ ഓണവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഷോസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊന്നാണ് എക്സ്പോ ഉണ്ടാവും. അപ്പൊ അതിലൊന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അതിനെങ്ങനെ വളഞ്ഞു പിടിക്കാണ്. പ്രജൻ പോയിട്ടുണ്ടോന്നും കൂടി പറയണം. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സാധനമാണ്. നേരിട്ട് പോയിട്ടില്ല. ഇല്ല, നേരിട്ട് പോയിട്ടില്ല. എന്തായാലും പോകണം. അപ്പം പറഞ്ഞു വരുന്നത് ഓണക്കാലത്തൊക്കെ പലയിടങ്ങളിലും എത്തിയ ഒരു കാര്യത്തെ കുറിച്ചാണ്, സർക്കസിനെ കുറിച്ചാണ്. അതാ കൊച്ചിയിലും എത്തിയിട്ടുണ്ട് റാംബോ സർക്കസ്. കുറേ നാളുകളായിട്ട് ഇപ്പോൾ ആ സർക്കസ് അവിടെ നടക്കുന്നുണ്ട്. കലൂർ ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് ഈ സർക്കസ്, റാംബോ സർക്കസ് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ സർക്കസ് കാണാൻ മറക്കണ്ട. 2ാം തവണയാണ് ഇപ്പോൾ എറണാകുളത്ത് റാംബോ എത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളിലേക്കുമാണ് ഇനി. ഈ മാസം 22 വരെ എറണാകുളം കലൂർ ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് റംബോ സർക്കസ് അരങ്ങേറുന്നത്. LED ആക്ട്, ലേസർമാൻ, റിംഗ് ഹെഡ് ബാലൻസ്, ബബിൾ ഷോ, സ്കേറ്റിംഗ്, ഹ്യൂമൻ സ്ലിംഗി, ഏരിയൽ റോപ്പ് തുടങ്ങിയ ഇനങ്ങളാണ് 1.5 മണിക്കൂർ നീളുന്ന സർക്കസ് പ്രകടനത്തിൽ ഒരുക്കിയിരിക്കുന്നത്.
ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കൊച്ചിയിൽ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് നല്ല നല്ല ആക്റ്റാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മളൊത്തിരി വെറൈറ്റി കൂടിയ നല്ല നല്ല ആക്ട് നമ്മൾ കൊണ്ടുവന്നു. നിങ്ങളെല്ലാവരും വരണം. റംബോ സർക്കസ് ഒരു അടിപൊളി സർക്കസാണ്. എല്ലാ മലയാളികൾക്കും റംബോ സർക്കസിൻ്റെയും റംബോ ഫാമിലിയുടെ പേരിലും ഓണാശംസകൾ. നിങ്ങളെല്ലാവരും വരണം. 22-ാം തീയതി വരെ ഉള്ളു സർക്കസ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും വരണം. ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശിയായ പനച്ചമൂട്ടിൽ തോമസ് ദിലീപിന്റെ ഉടമസ്ഥതയിലായിരുന്ന ഗ്രേറ്റ് ഓറിയന്റൽ സർക്കസ്, വിക്ടോറിയ സർക്കസ് എന്നിവ സംയോജിപ്പിച്ചാണ് റംബോ സർക്കസ് സ്ഥാപിച്ചത്. നിലവിൽ മകൻ സുജിത് ദിലീപാണ് റംബോ സർക്കസിന്റെ ഉടമ. ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലും ഗോകുലം കൺവെൻഷൻ സെന്ററിലെ കൗണ്ടറിലും ലഭിക്കും. ഓണക്കാലത്ത് സർക്കസ് കാണാൻ ഒട്ടേറെ ആളുകൾ എത്തുന്നുണ്ട്. 24 കൊച്ചി. വെൽക്കം ബാക്ക് പ്രേക്ഷകരെ. നമ്മുടെ പരിപാടി അങ്ങനെ അവസാനിപ്പിക്കാനുള്ള സമയമായി. ഇപ്പോൾ 11:30. വളരെ പെട്ടെന്ന് ചില കമന്റ്സിലേക്ക് കൂടി പോകാൻ തോന്നുന്നു. പ്രജൻ ഷംസു പറയുന്നു, ആൻസർ എനിക്കറിയാം, ഞാൻ പറയില്ല, നിങ്ങൾ രണ്ടുപേരും തന്നെ പറയും, നിങ്ങൾ പഠിക്കട്ടെ എന്ന്. സജീവ് അങ്ങോട്ട് പറയുന്നു, ഈ പ്രോഗ്രാം തുടങ്ങുന്നത് നിങ്ങളുടെ പാട്ടിലൂടെയാണ്, അവസാനിപ്പിക്കുമ്പോഴും അങ്ങനെ ആവണം എന്നൊരു അപേക്ഷയുണ്ട്. തൽക്കാലം നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പാട്ടൊക്കെ ഒഴിവാക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഡിക്സൺ പറയുന്നുണ്ട്, ഹായ് ചേട്ടൻ ചേച്ചി, നൈസ് പ്രോഗ്രാമാണ്, ഐം ഫ്രം പുനെ, ഡെയിലി മാക്സിമം 24 പ്രോഗ്രാംസ് കാണാറുണ്ട്, താങ്ക് യു. നല്ല അവതരണം, എല്ലാ ഭാഗങ്ങളും എന്ന് പറയുന്നു രാജേഷ് ആർ. അങ്ങനെ ഒരുപാട് കമൻറ്റുകളുണ്ട്. അപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളൊക്കെ ഇങ്ങനെ തുടർച്ചയായി പോരട്ടെ. നാളെ കൂടുതൽ വിഭവങ്ങളുമായി, ഒരുപാട് വാർത്തകളും വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്തും രാത്രി 10:30. ഗുഡ് നൈറ്റ്, ബൈ, ശുഭരാത്രി.